പ്രിയമുള്ളവരെ, മാതാവിൻ്റെ 8 നോമ്പിൻ്റെ 7-ാം ദിവസമായ ഇന്ന് നമുക്കൊരു ജോലി നേടാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെയും ജോലി മേഖലകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെയും ഓർത്ത് ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലാം. ഈ പ്രാർത്ഥന അത്യധികം വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചൊല്ലണം. ഒപ്പം ഈ പ്രാർത്ഥന ചൊല്ലി അവസാനിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയവും 3 തവണ ചൊല്ലി പ്രാർത്ഥന അവസാനിപ്പിക്കണം. കർത്താവിൽ നിന്നും പൂർണ്ണ കൃപ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്തോടെ പുതിയ ജോലി ലഭിക്കാനും ആ ജോലിയിൽ ഉയർച്ചയും സുരക്ഷിതത്വവും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രശ്നങ്ങളിൽ അങ്ങ് ഇടപെടണമേ. വിശ്വാസത്തോടെ നിങ്ങളുടെ ജോലിയിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 116-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. മനുഷ്യനെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തരായ ഞാൻ പറഞ്ഞു. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ ദിവസം ഞങ്ങളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകേണ്ടതിനും സുരക്ഷിതത്വത്തിനു വേണ്ടിയും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ജോലിയിലുള്ള അലക്ഷ്യാവസ്ഥ, ജോലി ചെയ്യാനുള്ള മടി, അലസത, ജോലി ചെയ്യുമ്പോൾ അധികാരികളിൽ നിന്നുള്ള അസ്വസ്ഥപരമായ സമീപനം, ജോലി ചെയ്യുന്നതിനുള്ള താല്പര്യക്കുറവ്, ദുഷ്ടരായ അധികാരികളുടെ താഴെ നിന്ന് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കർത്താവെ ഈ അവസ്ഥകളെല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിനും ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനും അങ്ങയുടെ കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ അധികാരികൾ ആരൊക്കെയാണെങ്കിലും, എത്ര ദുഷ്ടത നിറഞ്ഞ വ്യക്തിയാണെങ്കിലും, എൻ്റെ ദൈവമേ, നീ ഞങ്ങളുടെ അധികാരിയായി വരുമ്പോൾ മറ്റു മനുഷ്യർക്ക് ആർക്കും ഞങ്ങൾക്കെതിരെ നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയ അധികാരങ്ങളിൽ കൂടി ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കുന്നതിന് കൃപ നൽകി ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പ്രത്യേകമായ അനുഗ്രഹം പ്രാപിക്കുന്നതിന് കൃപ നൽകണമേ തമ്പുരാനേ. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയിൽ ആശ്രയിക്കുന്നതാണ് ഞങ്ങളുടെ സുരക്ഷിതത്വവും. അങ്ങയിൽ നിന്ന് ഞങ്ങൾ ജോലി സ്വീകരിച്ച് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുമ്പോൾ എൻ്റെ ദൈവമേ, അവിടുന്നാണ് അഭിവൃദ്ധിയും വിജയവും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയും ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നമുക്ക് മുകളിൽ ജോലി ചെയ്യുന്ന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ജോലിക്ക് വേണ്ടി കയറുമ്പോൾ കർത്താവേ, എവിടെയാണോ ഞങ്ങളെ നീ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് അവിടം ഐശ്വര്യം പ്രാപിച്ച് ഞങ്ങൾ കാരണം ആ സ്ഥാപനത്തിന് ഉയർച്ച ഉണ്ടാകാൻ ഞങ്ങളുടെ കൂടെയുള്ളവർക്ക്, സഹപ്രവർത്തകർക്ക്, അധികാരികൾക്ക് പോലും നന്മ ഉണ്ടാകണമേ എന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഏത് ജോലിയിലായിരിക്കുന്നുവോ അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ നൽകി കർത്താവെ സമാധാനവും സന്തോഷവും നൽകി സുരക്ഷിതത്വം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോഴുള്ള ഞങ്ങളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ച, ദുരിതം,
ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ ഈ പുതിയ ജോലിയെ ചെയ്തു തീർക്കാനുള്ള പുതിയ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പുതിയ രീതിയിലുള്ള ഉപകരണങ്ങളുടെ ഉപയോഗത്തിനും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ആ പുതിയ കാര്യങ്ങൾ പഠിച്ച് ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും ആധികാരികമായി എല്ലാ ജോലികളും ചെയ്തു തീർക്കുന്നതിനുമുള്ള പുതിയ അറിവും ശക്തിയും കൃപയും നൽകി പുതിയ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവമേ, ഏറ്റവും എളിമയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള സംരക്ഷണവും മാർഗനിർദ്ദേശവും നൽകി ഞങ്ങളുടെ ജോലിയിൽ ഉയർച്ച നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. കർത്താവ് കൂടെയിരുന്ന് സമൃദ്ധിയായി നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപയും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.